Good morning, children. So, നമ്മൾ എന്താ മോഷൻസ് ഓഫ് ദ എർത്തിൽ പഠിച്ചത്? 2 types of motions ഉണ്ട്, റൊട്ടേഷൻ, റെവല്യൂഷൻ. എന്താണ് റൊട്ടേഷൻ? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, അല്ലേ? അതേസമയം റെവല്യൂഷൻ എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് എറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഓർ ഓർബിറ്റ് ഈസ് കോൾഡ് റെവല്യൂഷൻ, അല്ലേ? അപ്പോൾ അത് പഠിച്ചില്ലേ നമ്മൾ? അപ്പം ഇനി അതിൽ ഈ റെവല്യൂഷൻ കാരണം സംഭവിക്കാവുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും, എത്ര ദിവസം എടുക്കും നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റി വരാൻ, എത്ര ദിവസമാണ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ 365 ഡേയ്സ് എടുക്കുന്നുണ്ട് എന്നാണ് പറയണത്. 365 ഡേയ്സ് ആണ് ഭൂമി സൂര്യനെ ചുറ്റി വരാൻ എടുക്കുന്ന സമയം. ശരിക്കും 365 ആൻഡ് 1/4 ഉണ്ട്. പക്ഷേ ആ 1/4 നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മളത് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ അപ്പോൾ ഏകദേശം ഒരു 6 hours നമ്മൾ മാറ്റി വെക്കണത്. എന്നിട്ടാണ് 365 എന്ന് എടുക്കുന്നത്. ആ 6 hours ഓരോ കൊല്ലവും ഇങ്ങനെ ആഡ് ചെയ്ത് 24 hours ആക്കുന്നുണ്ട്. ഫോർ എ സ്പാൻ ഓഫ് 4 years ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ വരും, സർപ്ലസ് ഡേ. അത് ആഡ് ചെയ്യണത് ഫെബ്രുവരിയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എവറി 4th ഇയറിൽ ഫെബ്രുവരിയിൽ 29 ഡേയ്സ് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സാധാരണ ഫെബ്രുവരിയിൽ 28 ഡേയ്സേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ എവറി 4th ഇയർ വരുന്ന സമയത്ത് ഫെബ്രുവരിയിൽ 29 ഡേയ്സ് വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പെർട്ടിക്കുലർ ഇയറിൽ 366 ഡേയ്സ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഈ 366 ഡേയ്സിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ റെവല്യൂഷൻ ഇങ്ങനെ നടക്കുമ്പോൾ ഭൂമി സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സീസൺസ് മാറും. നമ്മൾ പറയില്ലേ, അയ്യോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി, മഴ പോയി, വെയിൽ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വേറെ, അത് ക്ലൈമറ്റ്, ഇത് സീസൺസ്. ഏതൊക്കെ നമ്മുടെ സീസൺസ് അറിയാലോ? സമ്മർ, വിൻ്റർ, സ്പ്രിങ്, ഓട്ടം. അപ്പം അങ്ങനെയുള്ള സീസൺസൊക്കെ മാറി മാറി വരുന്നത് ഈ റെവല്യൂഷൻ കൊണ്ടാണ്. ഓക്കെ, അതാണ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങൾക്കറിയാലോ, ചുറ്റുന്ന സമയത്ത് ഒരു ഭാഗം, അതായത് ഇപ്പോൾ അവർ കണക്കാക്കി വെച്ചിട്ടുള്ളത് 21 ജൂണിന് നോർത്തേൺ ഹെമിസ്ഫിയർ, നമ്മൾ പഠിച്ചാണ് ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിളൊക്കെ. അപ്പം മുകളിലുള്ള ഭാഗം നോർത്തിലുള്ള നോർത്തേൺ ഹെമിസ്ഫിയർ കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ട് സണ്ണിൻ്റെ നേരെ ഇരിക്കും. കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ട് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് സണ്ണിൻ്റെ നേരെ ഇരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? സണ്ണിലത്തെ രശ്മികളെല്ലാം ആ ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് വീഴും. അത് എവിടെയാണ് ആ സ്ഥലം എന്നറിയോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ആ സ്ഥലം. അപ്പം അവിടെ എന്താ വരും വെച്ചാൽ അവിടെ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഏരിയയായിട്ട് മാറും. അത് മനസ്സിലായോ? അതേസമയം പോൾസിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ നോർത്ത് പോൾ, സൗത്ത് പോൾ പഠിച്ചു. അപ്പോൾ ആ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് പോകും തോറും ചൂട് കുറയും. കാരണം ഈ ഭാഗമാണ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഭാഗത്തേക്ക് മാത്രമേ സൂര്യരശ്മികൾ അല്ലെങ്കിൽ സൺറൈസ് കൂടുതൽ വീഴുള്ളൂ. അപ്പോൾ ആ നോർത്ത് പോളിൻ്റെ ആ അറ്റത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ലെസ് ഹീറ്റായിരിക്കും. കാരണം എന്താണ്? സൺ സ്ലാൻറ്റിംഗ് ആണ്, അല്ലേ? ആ സംഭവം എർത്ത് സ്ലാൻറ്റിംഗ് ആയതുകൊണ്ട് എന്താ പറയുക, ആ ഭാഗത്ത് അധികം ഹീറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ നോർത്ത് പോള് എവിടേക്കാണ്? സൂര്യൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക് സർക്കിളിൻ്റെ അപ്പുറത്തുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആയിരിക്കും. ഏകദേശം 6 months എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ഫോർ അബൌട്ട് 6 months.
അപ്പോൾ എന്താവും, ഈ ലാർജ് പോർഷൻ ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ സൂര്യവെളിച്ചം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഭാഗത്ത് സമ്മർ സീസൺ ആയിരിക്കും ടുവേർഡ്സ് ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്ററിൽ. അപ്പോൾ ആ പെർട്ടിക്കുലർ ഡേ 21 ജൂണിൽ ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നൈറ്റ് വളരെ ഷോർട്ടും ആയിരിക്കും. അപ്പോൾ ദ ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ദ ഷോർട്ടസ്റ്റ് നൈറ്റ് ഈ സ്ഥലങ്ങളിൽ വരുന്നത് 21 ജൂണിനാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം സദേൺ ഹെമിസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. ആ ഭാഗത്ത് സൺലൈറ്റ് കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും, കോൾഡായിരിക്കും, എപ്പോഴും രാത്രി കൂടുതലായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ്സ് ആർ ലോങ്ങർ ദാൻ ദ ഡേയ്സ്. അവിടെ എന്ത് വരും, വിൻ്റർ സീസൺ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എർത്തിൻ്റെ പൊസിഷനെയാണ് നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയണത്. ഓക്കെ, സമ്മർ സോൾസ്റ്റൈസ്. ഇനി അതേപോലെ 22 ഡിസംബറിലാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ഡയറക്റ്റ് സൺറൈസ് വരിക. കാരണം ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നേരത്തെ നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റ് ആയിരുന്നപ്പോഴാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൺറൈസ് വീണിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട്. അങ്ങനെ തിരിഞ്ഞ് ഏകദേശം 22 ഡിസംബർ ആവുമ്പം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് സൺറൈസ് കൂടുതൽ വീഴുന്നത്. അപ്പോൾ ആ സൗത്ത് പോൾ എങ്ങനെയാവും, കുറച്ചിങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആയിരിക്കും. അവിടെ സമ്മർ ആവും. അവിടെ ഇതേപോലെ ഡേയ്സ് ലോങ്ങർ ആവും, നൈറ്റ്സ് ഷോർട്ടർ ആവും. അറ്റ് ദ സെയിം ടൈം നോർത്തേൺ ഹെമിസ്ഫിയറിൽ നേരെ തിരിച്ച് സംഭവിക്കും. അപ്പോൾ ദിസ് പൊസിഷൻ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് വിൻ്റർ സോൾസ്റ്റൈസ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്താ, 21 മാർച്ച് പിന്നെ സെപ്റ്റംബർ 23 21 മാർച്ചിനും നോക്കിക്കോളൂ, സെപ്റ്റംബർ 23 ഡയറക്റ്റ് റേസ് സണ്ണിൻ്റെ നേരെ വന്ന് വീഴുന്നത് ഇക്വേറ്ററിലാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ പൊസിഷനിൽ എവിടെയും ഒരു പോളും സണ്ണിൻ്റെ ഭാഗത്തേക്ക് ടിൽറ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്താണ്, ആ ഹോൾ ഭൂമി മൊത്തം ഈക്വലായിട്ടുള്ള ഡേയ്സും നൈറ്റ്സും എക്സ്പീരിയൻസ് ചെയ്യണത് ഈ 2 ദിവസങ്ങളിലാണ്. അതായത് 21 മാർച്ചും സെപ്റ്റംബർ 23 ഡയറക്റ്റ് സൺറൈസ് ഇക്വേറ്ററിലാണ് വന്ന് വീഴുന്നത്. അവിടെ ഒരു ടിൽറ്റും എർത്ത് ടിൽറ്റ് ചെയ്യാത്തതുകൊണ്ട് എർത്ത് നമ്മൾ എന്താ എക്സ്പീരിയൻസ് ചെയ്യുക, ഈക്വൽ ഡേയ്സ് ആൻഡ് ഈക്വൽ നൈറ്റ്സ് ആയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ഇതിനെ നമ്മൾ പേര് പറയുന്നതാണ് ഇക്വിനോക്സ്. എന്താണ്, ഇക്വിനോക്സ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് 23 സെപ്റ്റംബർ ആകുമ്പോഴേക്കും പിന്നെ ഓട്ടം സീസൺ ആവും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആവും. അതേപോലെ 21 മാർച്ചിൽ സ്പ്രിംഗ് സീസൺ ആവും നോർത്തേൺ ഹെമിസ്ഫിയർ, ഓട്ടം ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അങ്ങനെ സീസൺസൊക്കെ മാറി മാറി വരുന്നത് ഈ റെവല്യൂഷൻ കൊണ്ടാണ്. ആ റെവല്യൂഷനിൽ സൺറൈസ് വീഴുന്നതിനനുസരിച്ചിട്ടാണ് സമ്മറും വിൻ്ററും ഓട്ടവും സ്പ്രിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോട്ട്സിലേക്ക് നോക്കാം. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് നമുക്ക് സീസൺസ് വരുന്നത്. സോ റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. ഫസ്റ്റ് പോയിന്റ്, എർത്ത് takes 365 days to revolve around the sun. Every 4th year, February is of 29 days instead of 28 days. Such a year with 366 days is called a leap year. The earth is going around the sun in an elliptical orbit. Throughout its orbit, the earth is inclined in the same direction. Now, let us see how seasons are formed. There are 4 seasons. So, we can say a year is usually divided into summer, winter, spring and autumn seasons.
seasons change due to the change in the position of the earth around the sun. Now let us see what is summer solstice. A large portion of the northern hemisphere is getting light from the sun. It is summer in the regions north of the equator. At this time in the southern hemisphere, it's winter season there. The nights are longer than the days. That is very important. The nights are longer than the days. This position of the earth is called the summer solstice. Now let's see what is winter solstice. As the sun rays fall vertically at the Tropic of Capricorn, a large portion of the southern hemisphere gets light. Therefore, it is summer in this area with longer days and shorter nights. Winter solstice ആകുമ്പോൾ longer days ആയിരിക്കും, nights shorter ആയിരിക്കും. The reverse happens in the northern hemisphere. This position of the earth is called winter solstice. Now let's see what is equinox. On 21st March and September 23rd, direct rays of the sun fall on the equator. At this position, neither of the poles is tilted towards the sun. The whole earth experiences equal days and equal nights. This is called equinox. Followed? മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെയാണ് ഇത് ചേഞ്ച് വരുന്നതെന്ന്? So that's all for today. Thank you children. Listen, read your textbook, the full lesson. Okay.